ഇത്തവണ ഏതായാലും എൻ്റെ വക നബിദിനാശംസകളിലൊരു കോപ്പുമില്ല. ഒരു നബിദിനാശംസയിലൊരു കോപ്പുമില്ല. കാരണം ഞാൻ ജയിലിനകത്താണല്ലോ, ഉണ്ട തിന്നുകൊണ്ടിരിക്കുകയല്ലേ കുഞ്ഞാലിക്കുട്ടിയുടെ ആൾക്കാർ കൊടുത്ത കേസിൻ്റെ പേരിൽ. ആയതുകൊണ്ട് സാധാരണ എല്ലാ വർഷവും ചുരുങ്ങിയതൊരു 600 പേർക്കെങ്കിലും അതൊരു ജോലിയായിരുന്നു നബിദിന ആശംസകൾ അറിയിക്കുക എന്നുള്ളത്. ഇന്നിപ്പോൾ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ മൊത്തത്തിൽ ഹിന്ദുക്കളോടും പർട്ടിക്കുലറായിട്ട് എന്നോടൊക്കെ വലിയ രീതിയിൽ ശത്രുത വെച്ച് പുലർത്തില്ലേ. പിന്നെ കുറേ നാറികൾ അപ്പുറത്തും ഇപ്പുറത്തും വന്ന് ആണാശാന്തകൾ 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 ഇതിങ്ങനെ പറയുന്നുണ്ട്. അതൊരു പറച്ചിലിൽ മാത്രം അവസാനിക്കുകയാണ്. ഹൃദയത്തിൽ നിന്നുള്ളൊരു ഓണാശംസകളുമില്ല, ഒരു നബിദിനാശംസകളും ഇല്ല എന്നർത്ഥം. കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു നബിദിനാശംസകളൊന്നും ഞാൻ എൻ്റെ അടിയിൽ കമൻ്റ് എഴുതിയിട്ടുണ്ട്. നിങ്ങളൊരു കോപ്പാശംസകളും എനിക്ക് വേണ്ടത്. കാരണം ഞാൻ ജയിലിനകത്ത് എടുക്കുകയല്ലേ, ഉണ്ട തിന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞാനെന്ത് നബിദിനാശംസകൾ ഏറ്റുവാങ്ങാനാ? എന്ത് നബിദിനാശംസകൾ കൊടക്കാനാണ്? ഓണമുണ്ട്. ഓണം ഏതായാലും ജയിലിനകത്ത് സൂപ്പറാണ്. കാരണം കേരളത്തിലുള്ള ഓണത്തിനകത്തുള്ള ശാപ്പാട് അത് ജയിലിനകത്ത് തന്നെ പോയിട്ട് കഴിക്കണം. 10-20 കൂട്ടം എന്തായാലും പറയുക വിഭവങ്ങളൊക്കെ ആയിട്ടാണ് അവർ തരിക. അത് സ്നേഹത്തോടു കൂടി തന്നെയാണ് തരിക. പിന്നെ ഒരു ക്രിമിനലായിട്ടുള്ള എൻ്റെ കൂട്ടുകാരും ക്രിമിനൽസാണല്ലോ, അതും അവരവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് അത് ഞാൻ അവിടെ ഓണം നന്നായിട്ട് ആഘോഷിക്കുന്ന ആളെ. പക്ഷേ ഞാൻ വെറുക്കുന്ന, ഞാൻ അറപ്പോടു കൂടി നോക്കിക്കാണുന്ന ഈ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾക്ക് എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് നബിദിനാശംസകൾ നേരാൻ കഴിയില്ല. പണ്ട് ഇരുന്ന് കുത്തുകയായിരുന്നു, 600-ൽ പരം ആളുകൾക്ക് ഇരുന്ന് കുത്തുകയായിരുന്നു ചെയ്തിരുന്നത് നബിദിനാശംസകൾ. അതിൻ്റെ ആവശ്യം വന്നിരുന്നു. പക്ഷെ ഇത്തവണ ഇങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല. ഏതായാലും ഈ വടക്കൻ വീരഗാഥയിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന്. നിങ്ങൾ കുറേ ശ്രമിക്കുന്നുണ്ട് ഹിന്ദുക്കളെ തോൽപ്പിക്കാൻ. ഒരുത്തണ്ടല്ലോ, ഇപ്പോൾ ഒരു മനുഷ്യക്കുറങ്ങിൻ്റെ രൂപത്തിലൊരുത്തം വന്നിട്ടുണ്ടല്ലോ, അവനൊക്കെ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഹിന്ദുക്കളെ പാഠം പഠിപ്പിക്കലാണ് അവൻ. എത്ര ഊശാമ്പികൾ ഇതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് എന്നറിയാമോ? ഇവിടെ മുഗളന്മാർ കൊള്ളക്കാർ വന്ന് ഗസിനെയും ലോഡിയും എല്ലാവരും വന്ന് പാഠം പഠിപ്പിക്കാൻ നോക്കിയിട്ട് എന്തായി? അതും കഴിഞ്ഞ് ഇവിടെ ഭാമിനി സുൽത്താന്മാർ ആ വിജയനഗര സാമ്രാജ്യം കത്തിച്ചിട്ട് ഒന്നിച്ചെല്ലാനും കൊല്ലം നിന്നോട്ട് അത് കത്തിയത്. അതിൻ്റെ അടിഭാഗം കത്തുന്നില്ലല്ലോ. നമ്മളിപ്പോൾ ഏറ്റവും കുറഞ്ഞൊരു 10-100 പേപ്പർ അടക്കി വെച്ചിട്ട് അത് തീ കൊളത്തിനെ പെട്ടെന്ന് കത്തുന്നതല്ലോ. പിറ്റേ ദിവസം നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ പോഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവൻ രാജ്യം മുഴുവൻ കത്തിച്ച് കളഞ്ഞു. എന്നിട്ട് ഇവിടെ ഹിന്ദുക്കളുണ്ടോ? ഇവിടെ ഹിന്ദുക്കളുണ്ട്. നിങ്ങൾ എൻ്റെ മെക്കെട്ട് കയറി എന്നെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടാണ് നമ്മുടെ ഹിന്ദുക്കൾ നശിക്കാൻ പോകുന്നില്ല. ഇതൊരു പാഠമാണ്. 10 ആൾക്കെങ്കിലും ഒരു പാഠമാണ്. ഇപ്പോൾ നിങ്ങൾ നബിദിനാശംസകൾ ഓണാശംസകൾ നൽകുന്നുണ്ട്, ഓണസദ്യകൾ നൽകുന്നുണ്ട്. കുറേ തെണ്ടികൾ അവിടെ പായസമായിട്ട് ഇങ്ങനെ വരി നിൽക്കണുണ്ട്. നബിദിനത്തിൻ്റെ ആൾക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി കൊടുക്ക് അവർക്ക് ശക്തി ഉണ്ടാക്കി കൊടുക്ക്. നമ്മൾ പറയാറുണ്ട്, മൂർഖന് പാമ്പ് കൊടുക്കാൻ പറ്റില്ലേ, പാമ്പിന് പാല് കൊടുക്കാൻ പറ്റില്ല. കൊടുക്ക്, നന്നായിട്ട് കൊടുക്ക്, തീറ്റിക്ക്, അങ്ങോട്ട് നന്നായിട്ട് തീറ്റിക്ക്. എന്നിട്ട് വരും വരായികൾ മുഴുവൻ ഏറ്റുവാങ്ങുക. അപ്പോഴേ നിങ്ങൾ പഠിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോണില്ല. നിങ്ങൾ പഠിച്ചു വരുമ്പോഴൊന്നും ഞാൻ ഈ ലോകത്തിലുണ്ടാവില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോഴേക്കും എൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എനിക്കിപ്പോൾ 70 വയസ്സായില്ലേ. പ്രമേഹം ഭയങ്കര ശക്തിയിലാണ്, പ്രഷർ, അതുപോലെ കൊളസ്ട്രോള്. മാത്രമല്ല എനിക്ക് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, ഞാൻ സംസാരിക്കുന്നത് ഒരു കൊഞ്ഞപ്പ് വരുന്നില്ലേ? കാരണം എന്താണ്? വയസ്സായി, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഞാനിവിടെ ഒരാളെ തൊട്ടപ്പുറത്തുള്ളൊരു വിദ്യാധരൻ എന്ന് പറഞ്ഞാൽ ഏർപ്പാട് ചെയ്തിരിക്കുക. ഒന്ന് പുറത്ത് പോകണമെങ്കിൽ എൻ്റെ കയ്യുമ്മ പിടിക്കണം, എന്നാലും എനിക്ക് നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെയായി. അപ്പോൾ ഞാൻ അധികം താമസിച്ചത്. മാത്രമല്ല 2 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കിഡ്നി ട്രബിളിലാണ്. പിന്നെ മൂത്രത്തിൽ കല്ലുണ്ട്, ഇതൊക്കെയുണ്ട്. പിന്നെ കാഴ്ച ആ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ണുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല, ഈ കണ്ണുകൊണ്ടേ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഒരു സൈഡ് മാത്രം നോക്കിയിട്ട് സംസാരിക്കുന്നത്. ഈ കണ്ണ് വർക്ക് ചെയ്യില്ലടോ. അതുകൊണ്ട് തന്നെ ഇപ്പം മലപ്പുറത്ത് കേസിന് ചെല്ലുമ്പോൾ കാത്തിരിക്കണം എന്നെ തല്ലാൻ. സന്തോഷമേ ഉള്ളൂ. മലപ്പുറത്തെ കേസിന് ചെല്ലുമ്പോൾ പോലീസുകാരും കോടതിയിലുള്ള ആൾക്കാരും കൂടി അങ്ങോട്ട് തല്ലട്ടെ. കുറേ കൊണ്ടിട്ടുണ്ടോ. ആർഎസ്കാരിൽ നിന്നും ആൾക്കാരിൽ നിന്നും കുറേ കൊണ്ടിട്ടുണ്ട്. പറ്റാവുന്നിടത്തൊന്നും തിരിച്ചും കൊടുത്തിട്ടുണ്ട്. മലപ്പുറത്ത് വെച്ചിട്ടാണ് എൻ്റെ മരണം വെച്ചാൽ അങ്ങനെയാകട്ടോ.
ഗംഗയുടെ തീരത്ത് വെച്ചാൽ അങ്ങനെയാകട്ടോ. അല്ലെങ്കിൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും അബുദാബിയിൽ ദുബായിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ചാൽ മരണാൽ ജനിക്കുന്ന സ്ഥലം നമുക്ക് പറയാൻ പറ്റുമോ? ഗർഭിണിയായിട്ടുള്ള സ്ത്രീ ആ സമയത്ത് വീട്ടിൽ വെച്ച് പ്രസവിക്കണം. വയറ്റാട്ടി പറഞ്ഞു ഒരു കുഴപ്പമില്ല, വീട്ടിൽ വെച്ച് പ്രസവിക്കണം. പക്ഷേ പ്രസവത്തിൻ്റെ സമയമായി ഇപ്പോൾ ബോധം കെടുന്ന രീതിയിൽ കണ്ണക്കും തുടിച്ചു വരിക, വേദന കൊണ്ട് ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആ ആശുപത്രിയിൽ പ്രസവം. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കൊടുത്ത അതിൻ്റെ ലേഡി ഡോക്ടർ അവിടെ ഇല്ല, മെറ്റർനിറ്റി അവിടെ ഇന്ന ആശുപത്രി അവിടെ പോയി. അവിടെ പോയിട്ട് 32-ാം നമ്പർ കട്ടിലും കിടന്നാൽ പ്രസവിക്കുന്നത്. അതൊക്കെ ഒരു വിധിയാടോ. മരിക്കാനുള്ള സ്ഥലം, അതുപോലെ മോഡ് ഓഫ് ഡെത്ത്, ആരെങ്കിലും വെട്ടിക്കൊല്ലേ, തല്ലിക്കൊല്ലേ, തല തകർത്ത് കൊല്ലേ, അതൊക്കെ വിധി പോലെയേ നടക്കുള്ളൂ. കണ്ടു കുത്തിപ്പൊട്ടിക്കുകയെ കയ്യും കാലും വെട്ടിക്കളയുക, അതൊക്കെ വിധി പോലെയേ നടക്കുള്ളൂ. ആ വിധിക്ക് വിട്ടുകൊടുക്കുകയാണ് ഞാൻ. അല്ലാതെ കാര്യങ്ങൾ വരുമ്പോൾ ഒരു പോലീസ് അല്ലെങ്കിൽ ദൈവം അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു ദൈവമില്ല, ഒരു കോപ്പുമില്ല. എൻ്റെ വിധി അതെന്താ വെച്ചാൽ അതുപോലെ നടക്കും, അത്ര മാത്രമേ ഉള്ളൂ. ഏതായാലും ഒരു കാര്യം, നിങ്ങൾ മുസ്ലിം സഹോദരന്മാർ, ഞാൻ പണ്ടും പറയാമല്ലോ ഇപ്പോഴും പറയില്ല, മുസ്ലിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളവിടെ ആഞ്ഞു പിടിക്ക്. ഇങ്ങനെ ഓരോരുത്തരെ ഹിന്ദുക്കളെയായിട്ട് വെട്ടി വീഴ്ത്തിയിട്ട് ഈ കേരളം നിങ്ങളുടെ സാമ്രാജ്യമാക്കി മാറ്റി. അതിലപ്പുറം നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടല്ലോ. കേരള രാജ്യം അത് നിങ്ങളുടേതാക്കി മാറ്റുക. കാശ്മീരിൽ മറ്റേ POK ഉണ്ടല്ലോ, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ ഉണ്ടല്ലോ, അതുപോലെ നിങ്ങൾ ഒക്യുപ്പൈഡായിട്ടുള്ള ഒരു രാജ്യമാക്കി കേരളം മാറ്റിക്കോ. എല്ലാ ആശംസകളും, മറ്റേ നബിദിനാശംസകളല്ല, കേരളത്തെ ജിഹാദി കേരളമാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആശംസകളും എൻ്റെ ഭാഗത്തുനിന്നുണ്ട് കേട്ടോ. അതങ്ങോട്ട് നടക്കട്ടെ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ഉയരമുള്ള, തടിയുള്ള, സംസാരിക്കാൻ ശേഷിയുള്ള, ശബ്ദമുള്ള അത്തരം ആളുകളെ പല രൂപത്തിലും പല ഭാഗത്തിലും തെറി പറഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് കഴിയുള്ളൂ. മദ്രസ പഠനം അത് മാത്രമേ ഉള്ളൂ. തെറി പറഞ്ഞിട്ട് അങ്ങോട്ട് വീഴ്ത്തി കളയും. പക്ഷേ ഈ തെറി പറഞ്ഞ് അവസാനം കോണത്തപ്പന്മാരെ ഞാനൊരു കാര്യം പറയാം, ഓണം പറഞ്ഞിട്ട് ഓണാശംസകൾ എന്നും പറഞ്ഞ് വരരുത്. ഓണാശംസകൾ സഹോദരന്മാർക്ക്, മറ്റെന്തായാലും പറയുക, ഹിന്ദു സഹോദരങ്ങൾക്ക് ഓണാശംസകൾ. ഓണാശംസയുടെ പേര് പറഞ്ഞ് ഒരുത്തൻ പാട്ട് പാടുന്നു. എൻ്റെ സുഹൃത്തെ, ഇവിടെ ആ കൊച്ചിക്കാരനൊരുത്തണ്ടല്ലോ, അയാളുടെ പേരെന്താ ഞാൻ മറന്നുപോയി, ഒരു വെളുത്ത താടിയും വെളുത്ത മുടിയൊക്കെ ആയിട്ട് അയാളെപ്പോഴും വെള്ള വസ്ത്രം ധരിക്കുള്ളൂ. അയാൾ നല്ല പാട്ടുകാരനാണ്. ഇവിടെ ട്യൂൺ ചെയ്തിട്ട് പൂവിളി എന്ന് വെച്ചാൽ പാട്ട് കേൾക്കാം. പൂവിളി അതെനിക്ക് പാടാൻ അറിയില്ല. പക്ഷെ അത് വെച്ച് കഴിഞ്ഞാൽ എന്താ പേരയാളുടെ ഞാൻ മറന്നുപോയി, യേശുദാസോ മറ്റോ ആണെന്ന് തോന്നുന്നുണ്ട്. അത് യേശുദാസിന് അടിച്ചറിയാൻ പറ്റും. പൂവിളി അസ്ത്രമായിട്ട് കേൾക്കാം. അതിന് ഇവൻ എന്തിനാ അവിടെ ഇരുന്നിട്ട് പാടുന്നത്? പേരളി ഇതും പറഞ്ഞിട്ട് അവനവിടെ ഇരുന്ന് പാടേണ്ട ആവശ്യം ധരിക്കുന്നു. ആരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? പേടി കടന്നിട്ടുണ്ടെന്നർത്ഥം. പേടി കടന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ആരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഓണാശംസകൾ ചിലർ വേണം. ഓണവും വിഷുവും ഒരുമിച്ച് വന്നു, അത് സാഹോദര്യത്തിൻ്റെ, അത് ഒത്തൊരുമയുടെ ലക്ഷണമാണ് എന്നൊക്കെയും പറഞ്ഞ് ഈ 364 ദിവസം ഹിന്ദുക്കളെ പേപ്പട്ടികളെ പോലെ കണക്കാക്കുക. 364 ദിവസം ഹിന്ദുക്കളെ ഏതെല്ലാം രീതിയിൽ അവഹേളിക്കാമോ, ഹിന്ദുവിൻ്റെ ആചാര്യന്മാരെ ഏതെല്ലാം രീതിയിൽ അവഹേളിക്കാമോ, ഹിന്ദു നേതാക്കന്മാരെ ഏതെല്ലാം രീതിയിൽ അവഹേളിക്കാമോ അതെല്ലാം ചെയ്യും. എന്നിട്ട് 365-ാം ദിവസം കോണാശംസകൾ നാണമാവില്ലേടോ. അതുകൊണ്ട് തന്നെ മനസ്സ് നിറച്ച്, ഹൃദയം നിറച്ച് ഞാൻ നൽകുകയാണ്. എന്ത്? നബിദിനാശംസകൾ ഇല്ല എന്നുള്ള വിവരം. അതിന് കഴിയില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ ഞാൻ എന്നും വിനിയോഗിച്ചിട്ടുള്ളൂ. ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഞാനില്ല എന്ന് പറഞ്ഞാൽ ഇല്ല. എനിക്ക് ഈ വർഗത്തോട് സ്നേഹം ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് സ്നേഹത്തോടു കൂടി തന്നെ. എൻ്റെ ഒരു സുഹൃത്ത് ഒരാളെന്നോട് ചോദിച്ചു, ഡോക്ടറാണ്, അദ്ദേഹം ചോദിച്ചു, സത്യത്തിൽ അങ്ങ് ഈ മറ്റേ മുസ്ലിങ്ങളെ സ്നേഹിച്ചിരുന്നുവോ എന്ന്, അതല്ലെങ്കിൽ ഖുറാൻ, അതല്ലെങ്കിൽ പ്രവാചകൻ, ഇവരേക്ക് സത്യത്തിൽ അങ്ങ് ബഹുമാനിച്ചിരുന്നോ, സ്നേഹിച്ചിരുന്നോ എന്ന്. അങ്ങനെ ഇപ്പോഴും എന്നെ പിടികിട്ടിയിട്ടില്ല. എൻ്റെ ഇവിടെ വരെ ഇവിടെ കഴുത്തിൻ്റെ അവിടെ വരെ, അതാണ് ആർജവമില്ലായ്മ. മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, അതല്ലാത്ത വാക്ക്, അതല്ലാത്ത പ്രവൃത്തി, അത് എന്നിൽ നിന്നുണ്ടായിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ആയതുകൊണ്ട് തന്നെ നബിദിനാശംസകൾ നേരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് വിഷമമുണ്ട് ആശംസകൾ നേരാൻ. ആയതുകൊണ്ട് ഇത്തവണ നിങ്ങളാരും ഇപ്പോൾ പ്രതീക്ഷിച്ചിരിക്കില്ല. നിങ്ങൾക്ക് വമ്പന്മാരായിട്ടുള്ള കോടീശ്വരന്മാരുടെയും ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെയും എല്ലാവരുടെയും നിങ്ങൾക്ക് ആശംസകൾ കിട്ടുന്നുണ്ടല്ലോ. അതിനായിട്ട് ഈ ചവറിൻ്റെ ആശംസകൾക്കൊന്നും പ്രാധാന്യമില്ല. പക്ഷെ ഇത് പറഞ്ഞേ തീരൂ. നിങ്ങൾക്ക് എൻ്റെ നബിദിനാശംസകളില്ല. നമസ്കാരം.